ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാം തിരുവചനം. യോഹന്നാൻ 7:37. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആരെടുക്കലാ? ഈശോയെടുക്കൽ. ഈശോ പറഞ്ഞത് അവർ സ്വീകരിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഹെബ്രായർ 1:7. അവിടെ തന്നെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നു. തന്നെ ദൂതന്മാരെ കാറ്റാക്കുന്നു, ശുശ്രൂഷകരെ തീനാളങ്ങളാക്കി മാറ്റുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ കാണുകയാണ്. മോശ കാണുന്നു, ഒരു മഹാദൃശ്യം കാണുകയാണ്. ഞാനൊന്ന് അടുത്ത് പോയി കാണട്ടെ. എന്താ അത്? അതാ അവിടെ ഒരു മുൾപടർപ്പ് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് എരിഞ്ഞടങ്ങുന്നില്ല. മുൾപടർപ്പ് കത്തിപ്പടരുന്നു, പക്ഷെ അത് എരിഞ്ഞടങ്ങാതെ കത്തിപ്പടരുന്ന ഒരു മുൾപടർപ്പ്. പ്രിയമുള്ളവർ, നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് ആ അഗ്നി ഇറങ്ങി നാം ആകുന്ന ജീവിതത്തെ ഒന്ന് കത്തിപ്പടരണം. അത് കത്തി എരിഞ്ഞടങ്ങുകയില്ല. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ്. നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വൈകല്യങ്ങളെ മാറ്റും, കുറവുകളെ മാറ്റും, ബലഹീനതകളെ മാറ്റും. ആ മുൾപ്പടർപ്പിലുള്ള മാലിന്യങ്ങളും അതിലുള്ള ജന്തുക്കളെയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ആ മുൾപ്പടർപ്പിനെ നശിപ്പിച്ചില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളിലുള്ള കുറവുകളും ബലഹീനതയെല്ലാം പോകും. നാം ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി വരിക. ഒന്ന് ചാടി എഴുന്നേക്കാം. നേരത്തെ മനോഹരമായൊരു പാട്ടിൻ്റെ ഈരടികൾ നമ്മൾ പാടി പഠിച്ചു. ആ പാട്ട് ഒരു അഭിഷേകമായിട്ട് മാറണം. നമ്മുടെ ദൈവം ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ്. ആമേൻ. മുൾപടർപ്പുകൾ കത്തിയെരിയുന്ന ആ അഗ്നി നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലെല്ലാം ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി എൻ്റെ മേലൊന്ന് ഇറങ്ങട്ടെ. ആ അഗ്നിയാൽ എൻ്റെ കുടുംബം ഒന്ന് ജ്വലിക്കട്ടെ. ആ അഗ്നിയുടെ ഭവനത്തിന് മേലൊന്ന് ആളിപ്പടരട്ടെ. എൻ്റെ കുടുംബത്തിലുള്ള അന്ധകാരങ്ങൾ നീങ്ങിപ്പോകട്ടെ, വൈകല്യങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുറവുകൾ നീങ്ങിപ്പോട്ടെ. ഒന്ന് 2 കാര്യങ്ങൾ വന്ന് ഉയർത്തിപ്പിടിക്കാം അത്യുന്നതന്റെ സന്നിധിയിലേക്ക്. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. യേശു പറഞ്ഞു, അവൻ ഉദ്ദേശിച്ചത് തങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ദേവാലയത്തിൽ നിന്ന് തിരുനാളിന്റെ മഹാദിനത്തിൽ അവൻ ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 പൊന്നു തമ്പുരാനെ, പൊന്നു കർത്താവേ, പൊന്നു ഈശോയേ, അങ്ങേക്ക് മഹത്വം, 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 മഹത്വം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. യേശുവേ, 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 യേശുവേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പ്രിയ പരിശുദ്ധാത്മാവേ, പ്രിയങ്കരനായ പരിശുദ്ധാത്മാവേ, എന്റെ മുന്ന് പരിശുദ്ധാത്മാവേ, എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ തലമുറയുടെ മേൽ വീശണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്നി അഭിഷേകം ഇറങ്ങട്ടെ, അഗ്നിയുടെ അഭിഷേകം ഉണ്ടാകട്ടെ, അഗ്നി കത്തി പടരട്ടെ, അഗ്നി കത്തി ജ്വലിക്കട്ടെ എന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ, ജീവിതത്തിന്റെ മേൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഈ നൈറ്റിൽ രാത്രിയിൽ സ്വർഗത്തിന്റെ അഭിഷേകത്താൽ നിറയട്ടെ. ഞങ്ങളുടെ ദേശങ്ങൾ നിറയട്ടെ, കുടുംബങ്ങൾ നിറയട്ടെ, ഞങ്ങളുടെ ജീവിതങ്ങൾ നിറയട്ടെ. വൈകല്യങ്ങൾ നീങ്ങിപ്പോകട്ടെ, വൈകൃതങ്ങൾ നീങ്ങിപ്പോകട്ടെ, രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ, തകർച്ചകൾ നീങ്ങിപ്പോകട്ടെ, വേദനകൾ നീങ്ങിപ്പോകട്ടെ, നിരാശകൾ നീങ്ങിപ്പോകട്ടെ, ദുഃഖപീഠകൾ നീങ്ങട്ടെ, സന്തോഷം നിറയട്ടെ. അനുഗ്രഹത്തിന് വഴികൾ തുറക്കപ്പെടട്ടെ, അനുഗ്രഹത്തിന് വഴികൾ തുറക്കപ്പെടട്ടെ, അനുഗ്രഹത്തിന് വഴികൾ തുറക്കപ്പെടട്ടെ. തിന്മ തുറന്ന വാതിലുകൾ അടയട്ടെ, യേശുവിന്റെ വാതിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ അനുഗ്രഹ നദിയായി എന്നിലൊഴുകും പരിശുദ്ധാത്മാവേ നദിയായി ഒഴുകണേ ആത്മശക്തിയായി കവിയണേ ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ നമുക്ക് വിശ്വസിക്കാം. ദൈവം എന്റെ ദൈവം തീ അഗ്നിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം, അഗ്നിയാൽ കത്തി പടരുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ ശക്തി, ആ ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങാൻ പ്രാർത്ഥിക്കാം, നമ്മുടെ മേൽ കടന്നു വരാൻ ദാഹിക്കാം. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ബലം നൽകണമേ, ശക്തിയും അഭിഷേകം വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങളടിച്ച് നന്ദിയോടെ പാടി ആരാധിക്കാം. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. സൈന്യമാകും കാറ്റായി വാ, തേജസ്സായി എന്നിൽ വാ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. ഒരുമിച്ച് എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. മോശ കണ്ട അഗ്നി, സ്വർഗത്തിന്റെ അഗ്നി. മോശ പറഞ്ഞു, ഞാൻ ആ മഹാദൃശ്യം അടുത്തുപോയി കാണട്ടെ, കാരണം മുൾപടർപ്പുകൾ കത്തി പടർന്നുകൊണ്ടിരിക്കുന്നു, എന്നാൽ അത് എരിഞ്ഞടങ്ങുന്നില്ല. ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു അഗ്നി ആ മുൾപടർപ്പിനെ കടന്നു വന്നപ്പോൾ മോശ പറഞ്ഞു, ഇതാ ഒരിക്കലും കാണാത്ത ഒരു മഹാദൃശ്യം ഞാൻ കാണുന്നു, ഒരിക്കലും കാണാത്ത മഹാദൃശ്യം. ദൈവം അഗ്നിയിലൂടെ കടന്നു വന്ന് മോശയോടും സംസാരിക്കുന്നു, മോശയെ വിളിക്കുന്നു, മോശയെ ദൗത്യമേൽപ്പിക്കുന്നു, മോശയെ ബലപ്പെടുത്തുന്നു, മോശയെ പ്രവാചകനാക്കി ഉയർത്തുന്നു. ആട്ടിടയനെ പ്രവാചകനാക്കി ഉയർത്തി അഗ്നിയിലെ പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കണമേ. കരങ്ങളടിച്ച് എനിക്ക് മുൻപ് പുറപ്പെടുമേ, ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ. മുള്ളും മുൾച്ചെടിയും ദഹിച്ചിടുമേ, ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ.
ജെറുസലേമിൻ തീമതിലേ എനിക്ക് ചുറ്റും നീ മതിലാകണേ. ജെറുസലേമിൻ തീമതിലേ എനിക്ക് ചുറ്റും നീ മതിലാകണേ. ഒരുമിച്ച് കരങ്ങളുയർത്തി മഹത്വത്തിൽ തീയാണേ, സ്വരമുയർത്തി എന്റെ ദൈവം എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൽ മഹത്വത്തിൽ തീയാണേ, എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൽ തീയാണേ, എന്റെ ദൈവം എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൽ മഹത്വത്തിൽ തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ, പാടിക്കേ അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. ഒന്ന് കരങ്ങളുയർത്തി ദൈവമേ യേശുവേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ അഗ്നിയായി ജ്വാലയായി എന്റെ മേൽ എന്റെ ജീവിതത്തിന്റെ മേൽ ഇറങ്ങി വന്ന് എന്നെ ബലപ്പെടുത്തണമേ, എനിക്ക് ബലം പകരണമേ, ശക്തി പകരണമേ, എന്റെ ബലഹീനത നീങ്ങിപ്പോകട്ടെ, എന്റെ വൈകല്യങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുറവുകൾ നീങ്ങിപ്പോകട്ടെ, ഞാനൊരു അനുഗ്രഹീതനായി മാറട്ടെ, ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ, കണ്ണുനീർ നീങ്ങിപ്പോകട്ടെ, ദുഃഖപീഡകൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ, എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. ഇരിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അവിടെ നിന്ന് ചൂടുപിടിപ്പിക്കുകയും ഞങ്ങളിലെ മാലിന്യങ്ങളെ കത്തി ദഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും ഞങ്ങളെ കത്തി ജ്വലിപ്പിക്കുകയും ചൂട് പിടിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഒരു പകല് മുഴുവൻ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കരമായ ഒരു ഹൃദയ ഭാരം, ഒരു ഹൃദയവേദന, ഒരു നൊമ്പരം അനുഭവപ്പെട്ടു. എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ല. വൈകിട്ട് ഞാൻ കിടക്കാൻ പോയി, ഉറക്കം വരുന്നില്ല. ഇങ്ങനെ വല്ലാത്തൊരു ഭാരം മനസ്സിനകട്ടുക. നിവൃത്തി കെട്ടിട്ട് ഞാൻ ഒരാളെ ഫോൺ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എന്തൊക്കെയോ വിഷമം തോന്നുന്നു, ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. ആൾ എന്നോട് ചോദിച്ചു, എന്താണ് പറയുക? ശരിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ നിശബ്ദതയിലിരുന്നു. ആ വ്യക്തി എന്നോട് പലതവണ ചോദിച്ചു, എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി? അവസാനം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല, ഞാൻ ഫോൺ വെക്കട്ടെ. ഞാൻ ഫോൺ വെച്ചു. നോക്കണേ, ഒരു വശത്ത് ഹൃദയ ഭാരം കാരണം എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചിട്ട് ഒരാളെ ഫോൺ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ പറയുക, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല, ഞാൻ ഫോൺ വെക്കട്ടെ. പിന്നെ ഞാൻ അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞ് ആ രാത്രിയിൽ ഞാൻ ചാപ്പലിൽ പോയിരുന്നു. ചുമ്മാ ഒരു കസേര അവിടെ കുറേ ഇരുന്നു.
കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഏതാനും കണ്ണുനീർത്തുള്ളികൾ പുറത്തു പോയത് എനിക്കറിയാം. പിന്നെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് വന്നു, ഉറങ്ങി. ഇന്ന് അല്പം മുമ്പ് ഇവിടെ ഇതിൻ്റെ പുറകിലിരിക്കുമ്പോൾ എന്തോ എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തെ പറ്റിയാണ്. അതായത് ഭയങ്കരമായ ഹൃദയ ഭാരം, നമ്മൾ പറയുന്ന ഹെവിനെസ് ഓഫ് ഹാർട്ട്, മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ വല്ലാത്ത ഒരു ഭാരം. അതെപ്പോഴുമുണ്ട്, എല്ലാവരോടും കൂടിയുണ്ട്. പക്ഷെ ചില സമയത്ത് അതെല്ലാം നിയന്ത്രണം വിട്ട് നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്തെത്തും. ഒരു ജോലിയും ചെയ്യാൻ പറ്റൂല, ഉറക്കം കിട്ടൂല, ആരെങ്കിലും വന്നാൽ ഇഷ്ടക്കേട്, ഫോൺ വിളിച്ചാൽ അരിശം, ആകെപ്പാടെ ഒരു വല്ലാത്ത വിമിഷ്ടപ്പെടുന്നൊരവസ്ഥ. ഇങ്ങനത്തെ ഹൃദയ ഭാരങ്ങൾ നമ്മളെല്ലാവരും തന്നെ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ ഹൃദയ ഭാരത്തിലൂടെ കടന്നു പോകുന്ന പലരും പക്ഷേ ഇപ്പോൾ എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ ഹൃദയഭാരം താങ്ങാൻ വയ്യാതെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഒരാൾ ഫോൺ വിളിച്ചിട്ട് ഫോണിൽ കൂടെ പോലും എന്താണെന്ന് പറയാൻ പറ്റാതെ ഫോൺ കട്ട് ചെയ്ത് പിന്നെയും ചുമ്മാ ഇരുന്ന് പിന്നെ പള്ളിയിൽ പോയിരുന്ന് 4 കണ്ണുനീർത്തുള്ളി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ശാന്തത കിട്ടിയ മനുഷ്യനാണ് ഞാൻ. ഇന്ന് ഈ ചാപ്പലിന് പുറകിലിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ. ഈ ഹൃദയ ഭാരം ചില സമയത്ത് വല്ലാണ്ടങ്ങ് കൂടും. നമുക്കറിയാം, നമുക്ക് ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത എന്ത് സംഭവിച്ചാലും അത് ചെന്ന് അവസാനിക്കുന്നത് മനപ്രയാസത്തിലാണ്. ഈ മനപ്രയാസത്തിന് വലിയ ഒരുപാട് കാരണങ്ങളുണ്ട്. കടുത്ത നിരാശ, വലിയ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ഉത്കണ്ഠ, നഷ്ടബോധം, ജീവിതം എവിടെയും കരപിടിക്കാത്ത അവസ്ഥകൾ, എന്തുചാലും പരാജയപ്പെടുന്ന സ്ഥിതി, ജീവിത പങ്കാളി മനസ്സിനണങ്ങാത്ത ജീവിത പങ്കാളിയുമായിട്ടുള്ള ജീവിതം, മക്കൾ ആഗ്രഹിക്കുന്ന പോലെ വളരാത്തതിൻ്റെ വിഷമം, മാതാപിതാക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ജോലിയുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ, സാമ്പത്തികമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ഹൃദയ ഭാരമുണ്ടാകാൻ കാരണമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ 2-3 ബൈബിൾ സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ വരികയാണ്. ഒന്ന്, സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ബലിവസ്തുക്കളെ ദഹിപ്പിച്ച ശേഷം ബാല്യൻ്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ ശേഷം രാജ്ഞിയുടെ കൽപ്പന കേട്ട് നിന്നെ ഞാൻ കൊല്ലുമെന്ന കൽപ്പന കേട്ടിട്ട് വാക്ക് കേട്ടിട്ട് പേടിച്ച് മരുഭൂമിയിൽ ഓടിപ്പോയി വാടാമൽ മരത്തിൻ്റെ ചൂട്ടിൽ കിടന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ദൈവത്തോട് പറയുന്ന ഏലിയായ ഞാൻ കാണുക. ഏലിയ പറയുക, ദൈവമേ ഞാൻ മടുത്തു, എന്നെ ഒന്ന് മരിപ്പിച്ചു തരുമോ, എന്നെ ഒന്ന് മരിപ്പിച്ചു തരുമോ? പ്രിയപ്പെട്ടവരെ, ഏതോ മരത്തിൻ്റെ ചൂട്ടിലോ ഏതോ കട്ടിലേലോ എവിടെയൊക്കെ കിടന്നുകൊണ്ട് ദൈവമേ എന്നെ ഒന്ന് മരിപ്പിച്ചു തരുമോ, ഞാൻ മടുത്തു എന്ന് പറയുന്ന നിരവധി വ്യക്തികളെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുക. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നല്ല വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവമേ എന്നെ ഒന്ന് മരിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുന്നവരെ. മോശ പറഞ്ഞു, ഞാൻ ജനിക്കണ്ടായിരുന്നു. ഞാൻ കാണുകയാ മോശയെ പോലെ ജനിച്ചതിനെ ഓർത്ത് സങ്കടപ്പെടുന്നവരെ, ഭാരപ്പെടുന്നവരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജോബ് പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ. ഇങ്ങനെ ഒരു മകൻ ജനിച്ചിരിക്കുന്നുവെന്ന് എൻ്റെ കുടുംബക്കാരോട് പറഞ്ഞവൻ ശപിക്കപ്പെട്ടവരാകട്ടെ. എന്തുകൊണ്ട് എൻ്റെ അമ്മയുടെ ഗർഭപാത്രം അടച്ച് എൻ്റെ ജനനം തടഞ്ഞില്ല എന്ന് ചോദിക്കുന്ന ജോബിനെ ഞാൻ കാണുകയാണ്. ആ ജോബിനെ പോലെ ദൈവത്തോട് സങ്കടവും ആവലാതിയും പരാതിയും പരിഭവവും പറയുന്ന നിരവധി വ്യക്തികളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഹെസക്കിയായോട് കർത്താവ് പറഞ്ഞു, നീ മരിക്കും. അദ്ദേഹം വീണ്ടും ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. അദ്ദേഹം ദൈവത്തോടൊരു വാക്ക് മാത്രം പറഞ്ഞു, ദൈവമേ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ നീ ഓർക്കണമേ. തുടർന്ന് അദ്ദേഹം ഭിത്തിയിലേക്ക് ചെരിഞ്ഞു കിടന്ന് കരയുകയാണ്. ഇതുപോലെ ജീവിതത്തിൽ ഒത്തിരി നന്മ ചെയ്തിട്ടും ഒത്തിരി സുഹൃതം ചെയ്തിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും
ഒക്കെ ഇപ്പോൾ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഓരോ പ്രശ്നങ്ങളിൽ പെട്ട് ജീവിതം കരകയറാതെ കിടന്ന് ഏതോ ഭിത്തിയിലേക്ക് തിരിഞ്ഞു കിടന്ന കരയുന്ന അഥവാ ഒന്ന് കരയാൻ പോലും പറ്റാതെ നെടുവേർപ്പെടുന്ന വ്യക്തികളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും എനിക്ക് ഫോൺ കോളുകൾ വരും. അങ്ങനെ തലയ്ക്കുന്ന മിക്കവാറും കരച്ചിലാണ്. അതൊക്കെയോ പറയാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് കരച്ചിലായിട്ട് മാറും. പിന്നെ അത് ഏങ്ങലടിയാണ്. ഞാനിതെല്ലാം കേട്ടിരിക്കും. ചിലപ്പോൾ 10-15 അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഈ കരച്ചിലും ഏങ്ങലടിയും കേട്ട് ഞാൻ ഇരിക്കും. ഒരുപക്ഷെ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും 2 വാക്കവർക്ക് പറയാൻ കഴിയുക. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നലെ പോലും അത്ര അനുഭവം എനിക്കുണ്ടായി. എന്നെ കണ്ടപ്പോൾ ഒരാൾ അടുത്ത് വന്ന് ചുമ്മാ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഒന്നും പറയുന്നില്ല, കരച്ചില്ല. ഇപ്പം ഞാൻ വിചാരിക്കുക, പ്രിയപ്പെട്ടവരെ, മനുഷ്യന് എന്തുമാത്രം ഹൃദയഭാരങ്ങളാണ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. എന്തുമാത്രം ഹൃദയഭാരങ്ങളാണ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. ആരോട് പറയാൻ, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുമില്ല. അപ്പം ഇതെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുക. ചിലപ്പോൾ അത് അരിശമായിട്ട് രൂപാന്തരപ്പെടും, ചിലപ്പോൾ സങ്കടമായിട്ട് രൂപാന്തരപ്പെടും, ചിലപ്പോൾ വെറുപ്പായിട്ട് രൂപാന്തരപ്പെടും, ചിലപ്പോൾ നിസ്സംഗതയായിട്ട് രൂപാന്തരപ്പെടും, ചിലപ്പോൾ കുറ്റം പറയുന്ന സ്വഭാവമായിട്ട് മാറും, ചിലപ്പോൾ ദൈവത്തോട് ഒരു അകൽച്ച തോന്നി പള്ളിയിൽ പോക്കും പ്രാർത്ഥനയെ നിർത്തും, ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയിരുന്ന കരയും, ചിലപ്പോൾ കരയാൻ പോലും പറ്റാതെ വരും. പന്നിക്കൂട്ടിരിക്കുന്ന ദൂതറപ്പത്തിന് കരയാൻ പോലും പറ്റുന്നില്ലല്ലോ, ഹൃദയഭാരം കാരണം കരയാൻ പോലും പറ്റുന്നില്ലല്ലോ. അങ്ങനെ അവനവൻ ചെയ്ത തെറ്റുകൊണ്ടോ മറ്റു പല കാരണങ്ങളാലോ ഒന്ന് കരയാൻ പോലും പറ്റാതെ ഇരിക്കുന്നവരെ ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഹൃദയഭാരത്തെ കർത്താവിന് സമർപ്പിക്കാം. ഈശോ പോലും നെടുവേർപ്പെട്ട മനുഷ്യനാണ്. ഹൃദയഭാരം കാരണം ലാസറിന്റെ ശവകുടീരത്തിൽ പോയി നെടുവേർപ്പെട്ടവനാണ്. ഗസമേ തോട്ടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നെടുവേർപ്പെട്ടവനാണ്. അപ്പം കർത്താവിന് ഹൃദയഭാരം അറിയാം, ഹൃദയഭാരം അനുഭവിച്ചിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഹൃദയഭാരങ്ങളെ ഇപ്പോൾ സമർപ്പിക്കാം. ആ ഹൃദയഭാരത്തിൻ്റെ കാരണം എന്തുമാകട്ടെ, കാരണക്കാരാരുമാകട്ടെ, ചില കാരണങ്ങൾ പരിഹാരമുള്ളതാണ്, ചിലത് പരിഹാരമില്ലാത്തതാണ്. എന്തുമാകട്ടെ, നമ്മൾ നമ്മുടെ ജന്മത്തെ പഴിക്കേണ്ട, ജീവിത പങ്കാളിയും മക്കളെ മാതാപിതാക്കളെ കൂടെയുള്ളവരെ പഴിക്കേണ്ട, സാഹചര്യങ്ങളെയും പഴിക്കേണ്ട. പകരം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഹൃദയഭാരത്തോടുകൂടി നമുക്ക് കർത്താവിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. യെശയ്യാ കരഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? ദൈവമേ, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ നീ ഓർക്കണമേ, അത് ഓർത്തിട്ട് നീ കരുണ തോന്നി എൻ്റെ ആയുസ് നീട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞത്. ഒരു പ്രത്യാശയോടുകൂടെ കരച്ചിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കരയാൻ തോന്നുന്നു, നിങ്ങൾ കരയുക. ഭിത്തിയിലേക്ക് തിരിഞ്ഞ് കരയുക, തല താഴ്ത്തി കരയുക, കൈകൊണ്ട് കണ്ണ് മറച്ചു പിടിച്ച് കരയണ അങ്ങനെ കരയുക. 2 കണ്ണീരത്തുള്ളി പുറത്തേക്ക് പോകുന്നെങ്കിൽ പോകട്ടെ. എനിക്ക് ആ ചാപ്പലിരുന്നപ്പോൾ എൻ്റെ കണ്ണീര് പോയതുപോലെ ഞാൻ സങ്കടം പറയാൻ ഫോൺ വിളിച്ചിട്ട്, ഹൃദയഭാരമാണ് എനിക്കിത് സംസാരിക്കുന്നത് പറഞ്ഞ് ഫോൺ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാതെ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് ഞാൻ ഇതുപോലെ നിങ്ങളും ഉണ്ടാകും, ഇതുപോലെ നിങ്ങളും അനുഭവിക്കുന്നുണ്ടാകും. ഞാൻ ചാപ്പലിൽ പോയിരുന്നെങ്കിൽ നമ്മളെല്ലാം ഇപ്പോൾ ദൈവസന്നിധിയിലാണ്. നിങ്ങൾ അല്പസമയം ഒന്ന് കണ്ണടച്ചിരിക്കുമോ? എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുമോ? ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യുക. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഈശോയുടെ സന്നിധിയിലാണ് ഒന്ന് വിചാരിക്കുക. ഒത്തിരി ഹൃദയഭാരങ്ങൾ ഒരുപക്ഷെ ഈ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. കാരണം എന്തുമാകട്ടെ, ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, ഒന്ന് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാകും. ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ഒത്തിരി പേരുടെ നീരസവും ഇറിറ്റേഷനും തോന്നുന്നുണ്ടാകും, അസ്വസ്ഥതയും ഭാരവും തോന്നുന്നുണ്ടാകും. ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകും, പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഞാൻ കണ്ടിട്ടുണ്ട്, മരിച്ചു കിട്ടാൻ വേണ്ടി നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഞാനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട, ഞാനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി എനിക്കൊരു പ്രാർത്ഥിക്കുമോ? അങ്ങനെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ആളുകളുണ്ട്.
ദൃശ്യനെ കേൾക്കുന്ന കൂട്ടത്തിൽ അത്തരത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ആ സങ്കടങ്ങൾ, ആ ഭാരങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. കസക്കിയായ പോലെ ഒന്ന് കരയാൻ തോന്നുക, കരയുക. കണ്ണുകളിൽ ഒരു കണ്ണുനീർത്തുള്ളി വരുന്നുണ്ടെങ്കിൽ അങ്ങ് വരട്ടെ. അതൊരു സൗഖ്യത്തിൻ്റെ കണ്ണുനീരായിട്ട് മാറും. അതൊരു വിടുതലിൻ്റെ കണ്ണുനീരായിട്ട് മാറും. അതൊരു അഭിഷേകത്തിൻ്റെ കണ്ണുനീരായിട്ട് മാറും. കർത്താവേ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഹൃദയഭാരമെന്നറിഞ്ഞ വ്യക്തിയാണ്. മനുഷ്യൻ്റെ നന്ദികേട് കാരണം, ചതി കാരണം, വഞ്ചന കാരണം, മനുഷ്യൻ്റെ പാപങ്ങൾ കാരണം ഒക്കെ അവിടുന്ന് ഹൃദയഭാരം അനുഭവിച്ചു. യൂദാസ് ഒറ്റിക്കൊടുത്തപ്പോൾ അവിടുന്ന് ഹൃദയഭാരം അനുഭവിച്ചു. ഗസമേ തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഹൃദയഭാരം അനുഭവിച്ചു. മനുഷ്യൻ്റെ പാപഭാരം കണ്ട് ഹൃദയഭാരം അനുഭവിച്ചു. ലാസറുടെ ശവകുടീരത്തെ ഹൃദയഭാരം കണ്ട് നടുവേർപ്പെട്ടു. ഓ ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നെടുവീർപ്പുകളുടെ സ്വരം അവിടുന്ന് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നെടുവീർപ്പുകളുടെ സ്വരം അവിടുന്ന് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് നടന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടും എന്നെപ്പോലെ അതുപോലും പറ്റാത്ത ഒരവസ്ഥയിൽ വീണുപോയ ആളുകളെ ഒന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ നിരാശയിൽപ്പെട്ടിരിക്കുന്നവരെ ഒന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സങ്കടത്തിലായപ്പെട്ടവരെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയിൽപ്പെട്ട് കഴിയുന്നവരെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത വഴിമുട്ടി നിൽക്കുന്നവരെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിടന്ന് വിഷമിക്കുന്നവരെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹൃദയഭാരണം കാരണം വെറുതെ ദേഷ്യം തോന്നുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൂദാസിനെ പോലെ ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എത്രയോ ആത്മഹത്യകളാണ് ഈ ഹൃദയഭാരം കാരണം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ പേരാണ് വഴിതെറ്റി പാപമാർഗത്തിലൂടെ പോകുന്ന ഹൃദയഭാരം കാരണം. കർത്താവ്, എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും സമർപ്പിച്ചത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കരം, നിന്റെ സുഖപ്പെടുത്തുന്ന കരം, നിന്നെ അനുഗ്രഹിക്കുന്ന കരം, നിന്റെ സൗഖ്യപ്പെടുത്തുന്ന കരം എന്നെ കേൾക്കുന്ന എല്ലാവരുടെ തലയിൽ നീ ഇപ്പോൾ വെൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ തൊട്ടാൽ സൗഖ്യമുണ്ടാകും. നീ തൊട്ടാൽ വിടുതലുണ്ടാകും. നീ തൊട്ടാൽ അത്ഭുതങ്ങൾ നടക്കും. കർത്താവെ, ഞാൻ ഫോൺ വിളിക്കാൻ ശ്രമിച്ചിട്ട്, ഒരു സൗഖ്യം കിട്ടാൻ ഞാൻ ശ്രമിച്ചിട്ട്, ഹൃദയഭാരം ഇറക്കി വെക്കാൻ ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് സാധിച്ചില്ല. ഒരു വാക്ക് പറയാൻ എനിക്ക് സാധിച്ചില്ല. എന്നാൽ കർത്താവെ, ഞാൻ നിന്റെ സന്നിധിയിൽ വന്ന് ചുമ്മാ ഇരുന്നപ്പോൾ, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി, എനിക്ക് വിടുതൽ കിട്ടി, എനിക്കൊരു അഭിഷേകം കിട്ടി. കർത്താവ്, ഇന്നലെ വെറുതെ എന്നെ കണ്ടപ്പോൾ കരഞ്ഞ വ്യക്തി, ഞാനത് കണ്ടുകൊണ്ട് കുറേ സമയം ആരുടെ അടുത്ത് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഏങ്ങലിട്ട് നിന്ന് കണ്ണുനീര് പറ്റി അവസാനം കണ്ണുനീര് തുറന്ന് ആ വ്യക്തി എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ കുലുക്കി നന്ദി പറഞ്ഞു. ദൈവമേ, ഇതുപോലെ ആഗ്രഹിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. ഒന്ന് കരയാൻ ഒരവസരത്തിന് വേണ്ടി, ഒന്ന് കരം പിടിക്കാൻ ഒരാൾക്ക് വേണ്ടി, ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് നിന്ന് കരയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, അവരെല്ലാം ഞാൻ വിശ്വാസത്തിൽ ചേർത്ത് പിടിക്കുകയാണ്. അവരോടെല്ലാം ഇന്നലെ ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ നിന്നതുപോലെ അവരോട് ഹൃദയത്തിൽ സ്നേഹം കാണിച്ചുകൊണ്ട്, ഉള്ളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരോടൊപ്പം ഞാനിപ്പോൾ നിൽക്കുകയാണ്. കർത്താവേ, ഓ ദൈവമേ, അവർ കരയുന്നെങ്കിൽ കരയട്ടെ, നെടുവേർപ്പെടുന്നെങ്കിൽ നെടുവേർപ്പെടട്ടെ. അവർക്ക് ആശ്വാസം ലഭിക്കട്ടെ, അതിലൂടെ സൗഖ്യം ലഭിക്കട്ടെ. കർത്താവേ, എല്ലാ ഹൃദയഭാരങ്ങളും നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താമോ? ഈ ഹൃദയഭാരത്തോടുകൂടി ഒന്ന് കരങ്ങൾ ഉയർത്താമോ? ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ ദൈവമേ, നീ ഹൃദയഭാരം അറിഞ്ഞ മനുഷ്യനാണ്. നീ ഹൃദയഭാരം അറിഞ്ഞ ദൈവമാണ്. കർത്താവ്, നീ അനേകരെ ആശ്വസിപ്പിച്ച ദൈവമാണ്, അനേകരെ സൗഖ്യപ്പെടുത്ത ദൈവമാണ്. നിന്റെ അടുത്ത് വന്ന എല്ലാവരുടെയും ഹൃദയഭാരങ്ങൾ നീ ഏറ്റെടുത്ത് അവരെ ആശ്വസിപ്പിച്ച ദൈവമാണ്. ലാസറുടെ കുടുംബാംഗങ്ങളെ നീ ആശ്വസിപ്പിച്ചു. കല്ലെറിയാൻ കൊണ്ടുവന്നവളെ നീ ആശ്വസിപ്പിച്ചു. സഖ്യബൂസിനെ ആശ്വസിപ്പിച്ചു. കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീ ആശ്വസിപ്പിച്ചു. നിന്റെ പാദം കഴുകിയ സ്ത്രീ ആശ്വസിപ്പിച്ചു. കർത്താവേ, ആരൊക്കെ നിന്റെ അടുത്ത് വന്ന് കരഞ്ഞുവോ, ആരൊക്കെ നിന്റെ അടുത്ത് നടുവേർപ്പെട്ടുവോ, ആരൊക്കെ നിന്നെ നോക്കിയോ, ആരൊക്കെ നിന്നെ വിളിച്ചുവോ, അവരെയെല്ലാം നീ ആശ്വസിപ്പിച്ചു. ഓ ദൈവമേ, ഇപ്പോൾ അനേകര്
ഈ ദേവാലയത്തിലിരുന്നു കൊണ്ട് നിന്നെ വിളിക്കുകയാണ്, നിന്നെ വിളിക്കാൻ ശ്രമിക്കുകയാണ്, നിന്റെ മുമ്പിൽ ഒന്ന് കരയാൻ ശ്രമിക്കുകയാണ്, ഒരു കണ്ണുനീർത്തുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സൗഖ്യത്തിന് ഒരു കണ്ണുനീരിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സൗഖ്യത്തിൻ്റെ ഒരു കണ്ണുനീർത്തുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ അഗ്നിയാൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ കരത്താൽ അവരെ കണ്ണുനീര് തുടയ്ക്കണമേ, അവരുടെ കണ്ണുനീരിന്റെ കാരണങ്ങളെ മാറ്റിക്കളയണമേ. ഈശോയെ, നിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഹൃദയ ഭാരങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയെല്ലാം ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിങ്ങളെ നിറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം തരട്ടെ, ശാന്തത തരട്ടെ, പ്രത്യാശ തരട്ടെ, സ്വർഗത്തിൻ്റെ ഒരു ആനന്ദം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എസെക്കിയാ പോലെ കരയുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ, ദാസനെ സഹോദരിയെ പോലെ കരയുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ, സഖ്യയൂസിനെ പോലെ കുറ്റബോധം അനുഭവിക്കുന്ന ആശ്വസിപ്പിക്കണമേ, പന്നിക്കൂട്ടിലിരുന്ന് വിലപിക്കുന്ന മകനെ പോലെ വിഷമിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, എല്ലാവർക്കും നിന്റെ സൗഖ്യമുണ്ടാകട്ടെ, നിന്റെ സമാധാനമുണ്ടാകട്ടെ, നിന്റെ ശാന്തതയുണ്ടാകട്ടെ, നിന്റെ കർശനമുണ്ടാകട്ടെ. കർത്താവെ, വലിയ വിടുതലിൻ്റെ അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ സങ്കടത്തിൽ നിന്നും, എല്ലാ ഹൃദയ ഭാരത്തിൽ നിന്നും, എല്ലാ ഉത്കണ്ഠയിൽ നിന്നും, നെടുവേർപ്പിൻ്റെ എല്ലാ കാരണങ്ങളും കർത്താവായ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ, ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഈശോയുടെ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. ദുഃഖത്തിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, സങ്കടത്തിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, ഹൃദയഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. കർത്താവേ, നന്ദി. നിരാശ വിട്ടു പോകട്ടെ, വെറുപ്പ് വിട്ടു പോകട്ടെ, നിസ്സംഗത മാറിപ്പോകട്ടെ, അലസത മാറിപ്പോകട്ടെ, പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത അവസ്ഥകൾ വിട്ടു പോകട്ടെ. കർത്താവേ, ഹൃദയത്തിന്റെ കോണിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഒന്ന് നിന്നെ വിളിക്കുവാനുള്ള ഒരു വലിയ അഭിഷേകം ഇപ്പോൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുരിശിൽ കിടന്ന ആ നല്ല കള്ളെ വിളിച്ചതുപോലെ ഒന്നും നിന്നെ വിളിക്കുവാൻ, ഒന്നും നിന്നെ വിളിക്കുവാൻ, ഒരു വിടുതലിന് വേണ്ടി, ഒരു സൗഖ്യത്തിന് വേണ്ടി ഒന്നും നിന്നെ വിളിക്കുവാനുള്ള അഭിഷേകം നൽകണമേ എന്ന് വയ്ക്കുന്നു. നസ്രായനായ ഈശോയെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. നസ്രായനായ ഈശോയെ, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാവരും ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. നസ്രായനായ ഈശോയെ, പുറകെ പറയാമോ? നസ്രായനായ ഈശോയെ, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. എൻ്റെ ഹൃദയ ഭാരങ്ങൾ നീക്കിക്കളയണമേ, അതിൻ്റെ കാരണങ്ങളെ നീക്കിക്കളയണമേ. മരവിച്ചെൻ്റെ മനസ്സിനെ ഉണർവുള്ളതാക്കണമേ. സങ്കടങ്ങൾ വിട്ടുപോകട്ടെ, നിരാശ മാറിപ്പോകട്ടെ, ഉത്കണ്ഠ മാറിപ്പോകട്ടെ, വെറുപ്പ് മാറിപ്പോകട്ടെ, തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ, ആത്മീയ മരവിപ്പ് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 കർത്താവേ, സ്തുതി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി. അഭിഷേകം നൽകണമേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ. നസ്രായനായ ഈശോയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും വിടുതലും സംഭവിക്കട്ടെ. വലിയ അഭിഷേകത്തിന് അറിവുണ്ടാകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ സമർപ്പിക്കുന്നു, മുറിവുകളെ സമർപ്പിക്കുന്നു, ഭാരങ്ങളെ സമർപ്പിക്കുന്നു, വേദനകളെ സമർപ്പിക്കുന്നു, ഹൃദയഭാരത്തെ സമർപ്പിക്കുന്നു, നിസ്സംഗതയെ സമർപ്പിക്കുന്നു. വലിയ വിടുതലുണ്ടാകട്ടെ, വലിയ വിടുതലുണ്ടാകട്ടെ, വലിയ സൗഖ്യമുണ്ടാകട്ടെ, വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ. ഈശോയെ, 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 നിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, എല്ലാ ഹൃദയങ്ങളും ശതമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് സമാധാനമുണ്ട്, ശാന്തതമുണ്ട്, ഒരു കുഞ്ഞിനെ പോൽ തിരുവാറില
നാഥനല്ലേ ഈശോ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ചാരത്തു ചേരുന്ന സാന്ത്വനമാ, കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എന്നെ ബ്ലസ് ചെയ്യണമേ കർത്താവേ, എന്നെ ആസ്വദിക്കണമേ കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ കർത്താവേ, കണ്ണുനീരൊപ്പണമേ കർത്താവേ, മുറിവുണക്കണമേ കർത്താവേ, വേദന മാറ്റണമേ കർത്താവേ. ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനം നീറിടുമ്പോ ക്ഷമയായി വന്നിടുന്നു, പിഴകൾ ഞാനേറ്റു ചൊല്ലിടുമ്പോ മോചനം നൽകിടുന്നു. പകയാൽ എൻ മനം നീറിടുമ്പോൾ ക്ഷമയായി വന്നിടുന്നു, പിഴകൾ ഞാനേറ്റു ചൊല്ലിടുമ്പോൾ മോചനം നൽകിടുന്നു. ഇരിക്കാം. തന്റെ അനുഗ്രഹത്തിൻ തിരുക്കരങ്ങളവൻ എന്റെ ശിരസിൽ ചേർത്തിടുന്നു. തന്റെ അനുഗ്രഹത്തിൻ തിരുക്കരങ്ങളവൻ എന്റെ ശിരസിൽ ചേർത്തിടുന്നു. Praise the Lord. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണെന്ന് പലതവണ നമ്മൾ കേൾക്കുന്നുണ്ട്. നൈറ്റ് വിജിലിലൂടെ കർത്താവ് 10,000ങ്ങളെ സുഖപ്പെടുത്തുന്ന രാത്രിയാണ്. 10,000ങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന രാത്രിയാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന രാത്രി. ഒരു സാക്ഷി നമുക്കിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. ആനീസ് ജോസ് കറുകുറ്റി എന്ന സ്ഥലത്ത് നിന്ന് എഴുതിയിരിക്കുകയാണ്. ഒരു വീട്ടമ്മയാണ്. നമ്മുടെ പുറകുള്ള മാതാപിതാക്കളൊക്കെ ഈ നാടുകളിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, അനേക യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ കർത്താവ് പരിഹരിച്ചു കൊടുത്തതിന് സാക്ഷ്യമാണ് കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവിക്കുന്ന കർത്താവ് ഇവിടെ ഉണ്ട്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഈ സാക്ഷി ശാലോമിലേക്ക് എഴുതി അയക്കുന്നത്. ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് ഭർത്താവും 3 ആൺമക്കളുമാണുള്ളത്. മൂത്ത മകൻ്റെയും ഇളയ മകൻ്റെയും വിവാഹം കഴിഞ്ഞു. പക്ഷേ രണ്ടാമത്തെ മകൻ്റെ വിവാഹം പല കാരണങ്ങളാൽ മുടങ്ങിപ്പോവുകയായിരുന്നു. ആ സമയത്ത് മകന് വയസ്സ് 41 കഴിഞ്ഞിരുന്നു. 41 കഴിഞ്ഞു. എന്ത് സംഭവിക്കുമോ? അവർ പറയുകയാണ്, ഈ സാഹചര്യത്തിലാണ് ശാലോം ടെലിവിഷനിലെ നൈറ്റ് വിജിൽ പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ കണ്ടു തുടങ്ങിയത്. ഞാനും ഭർത്താവും കണ്ണുനീരോടെ ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന്
നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, മെയ് 26-ന് എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു. നല്ലൊരു മകളെ ഞങ്ങൾക്ക് കിട്ടി. പ്രാർത്ഥന കേട്ട് മകനെ അനുഗ്രഹിച്ച ദൈവത്തിനും നൈറ്റ് വിജിൽ ടീം അംഗങ്ങൾക്കും 1000 നന്ദി. കരങ്ങളടിച്ച് എന്ന് പറയാം, കരങ്ങളടിച്ച്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റും, ആനീസ് ജോൺസ് കറുകുറ്റിയിലുള്ള ജോസ് എന്ന മകളുടെ മകനെ കർത്താവ് അനുഗ്രഹിച്ചു, വിവാഹ തടസ്സം മാറ്റി. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലെ, ഈശോ ലാസറിനെ ഉയർപ്പിച്ചു, നമുക്ക് സംശയമില്ല. ഈശോ ഉദ്ധാനം ചെയ്തു, സംശയമില്ല. പക്ഷെ നമ്മുടെ സംശയം ഇതാണ്, അതെല്ലാം ചെയ്തു, ഒരു സംശയമില്ല. പക്ഷേ ആ കർത്താവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുമോ? നമ്മുടെ കൺഫ്യൂഷൻ അതാ. അവരെയൊക്കെ അനുഗ്രഹിക്കും, പക്ഷെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ, എൻ്റെ മകൻ്റെ വിവാഹത്തിന് തടസ്സം, എൻ്റെ മകളുടെ വിവാഹത്തിന് തടസ്സം, അല്ലെങ്കിൽ എൻ്റെ രോഗം, എൻ്റെ പ്രശ്നത്തിൽ, എൻ്റെ കാര്യത്തിൽ കർത്താവ് ഇടപെടുമോ എന്നതിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷനുള്ളൂ. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, യേശു നാമത്തിൽ 100% ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാം, നിന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ്. ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇതേപോലെ മക്കളെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കൾ, മക്കളെക്കുറിച്ച് കണ്ണീരൊടുക്കുന്ന മാതാപിതാക്കൾ, മക്കളുടെ വിവാഹം നടക്കുന്നില്ല, മക്കൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നില്ല, മക്കളെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കണ്ണുനീർ ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. നിന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്, നിന്റെ വേദന കാണുന്ന ദൈവമാണ്. അവിടെ നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ആരും കാണാത്ത, ആരും അറിയാത്ത നിന്റെ കണ്ണുനീർ ഈശോ കണ്ടു, ഈശോ കാണുന്നു. നിനക്ക് വേണ്ടി പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നീ ലോകത്തിന്റെ എവിടെയായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും, നിന്റെ അടുത്ത് പ്രാർത്ഥന കേൾക്കാൻ ആരുമില്ലെങ്കിലും, പ്രിയമുള്ളവരെ, യേശു നിനക്ക് ഈ രാത്രിയിൽ സമീപസ്ഥനാണ്. നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഇതാ കർത്താവ് ഈ രാത്രിയിൽ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരും, നിന്നെ അനുഗ്രഹിക്കും. 2 കരങ്ങളും ഉയർത്തി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് രക്ഷകരെ വിളിച്ച്, നിലവിളിച്ച്, ഒരുമിച്ച് സ്വരമുയർത്തി വിളിക്കാം. യേശുവേ, എന്റെ ഈശോ, എന്റെ യേശുവേ, എന്റെ ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിവാഹ തടസ്സങ്ങളും ഈ രാത്രി നീങ്ങിപ്പോകട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കണ്ണുനീരിന് ഉത്തരം കിട്ടട്ടെ, തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ, യേശു നാമത്തിൽ, യേശു നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സംഭവിക്കട്ടെ യേശുനാമത്തിൽ. ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ യേശുനാമത്തിൽ. ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ യേശുനാമത്തിൽ. ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ യേശുനാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാം ദൈവത്തെ, ജീവിക്കുന്ന കർത്താവിനെ സ്തുതിക്കാം. നമുക്കിരിക്കാം. സ്നേഹമുള്ളവരെ, ഈ രാത്രി നമ്മൾ കർത്താവിന് നന്ദി പറയുവാനായിട്ട് ഒരുങ്ങുകയാണ്. ആമേൻ. നമുക്ക് നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ എല്ലാം പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ ഈ ഒരു നൈറ്റ് വിജിലിലൂടെ, ശാലോം ശുശ്രൂഷയിലൂടെ, ശുശ്രൂഷകരിലൂടെ കഴിഞ്ഞ അനേക വർഷങ്ങൾ കർത്താവ് ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായ നന്മകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയുടെ മേഖലയിൽ അവിടുന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ വാരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഒന്നിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയണം, അവിടുത്തെ ആരാധിക്കണം. ഈ ഒരു അനുഗ്രഹത്തെ സഭയ്ക്ക് ലഭിച്ച നന്മകൾ, അനേകം അൽമായർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, സഭാ ശുശ്രൂഷകർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എല്ലാം നമ്മൾ ഓർത്തെടുത്ത് കർത്താവിന് നന്ദി പറയണം. നമുക്കൊന്ന് കരങ്ങളൊന്ന് ഉയർത്താം ഇപ്പോൾ. ഹല്ലേലൂയ. കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച് ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുവാൻ കർത്താവ് ഇടയാക്കിയ മിനിസ്ട്രിയോട് നമ്മൾക്കൊന്ന് കരങ്ങളൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ കർത്താവേ, നന്ദി ഈശോയേ. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു മണ്ണെണ്ണ വിളക്കിൽ നിന്ന്, കടിയങ്ങാട് ഒരു വാടക വീടിന്റെ വരാന്തയിൽ ഇരുന്ന് ആരംഭിച്ച ഈ ദൈവിക ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റിയതിന്, അനേകം ജീവിതങ്ങളെ സ്പർശിച്ചതിന്, അനേകർക്ക് വിട്ടുതലും സൗഖ്യമാക്കി മാറ്റിയതിന്, അനേകരുടെ കെട്ടുകൾ അഴിച്ചതിന് കർത്താവേ നന്ദി യേശുവേ. നന്ദി, നന്ദി യേശുവേ. കരങ്ങൾ അടിച്ചൊന്ന് പാടാം. നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ വേലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. കർത്താവേ, അങ്ങയുടെ ദയയാണ്, അങ്ങയുടെ കരുണയാണ്, അങ്ങയുടെ കൃപയാണ് ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി നൈറ്റ് വിജിലും മാറിയത്, ശാലോം ശുശ്രൂഷ മാറിയത്. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ഓർത്തെടുക്കാം. എത്രയോ ആഘോഷവേളകൾ, കാനായിലെ കല്യാണ വിരുന്നിലെ പ്രതിസന്ധി രൂപപ്പെട്ടതുപോലെ അനേകരുടെ ജീവിതങ്ങളിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു. അറിയാതെ കടന്നു വരുന്ന രോഗങ്ങൾ, കടബാധ്യതകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അപകടങ്ങൾ. സ്നേഹമുള്ളവരെ, അവിടെയെല്ലാം അവർക്കെല്ലാം ആശ്വാസമായി മാറിയത്, അവരെല്ലാം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇടയായത് ശാലോമിന്റെ നിരവധിയായ ശുശ്രൂഷകളിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ അവസ്ഥകളിൽ, പ്രതിസന്ധിയുടെ അവസ്ഥകളിൽ അവരെ കരം പിടിച്ചുയർത്താൻ, അവർക്കൊരാശ്വാസത്തിന്റെ ദൂത് പകരാൻ നമ്മുടെ ശാലോം ചാനലിലൂടെ, നമ്മുടെ പത്രമാസികളിലൂടെ കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്താൻ നമുക്ക് വീണ്ടും നന്ദി പറയാം. നമുക്ക് ഹൃദയം തുറന്ന് നന്ദി പറയാം. ഓ കർത്താവേ, അനേകം ആഘോഷവേളകൾ, വലിയ ദുഃഖത്തിന്റെയും പ്രതിസന്ധിയുടെയും അകപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥലങ്ങൾ, വേദികൾ, വേളകൾ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളുടെ ശുശ്രൂഷകരിലൂടെ അനുഗ്രഹിച്ചതിന്, വഴി തുറന്നതിന്, പ്രതിസന്ധി എടുത്തു മാറ്റിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കരങ്ങളടിക്കാം, കരങ്ങളടിക്കാം. നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. സ്നേഹമുള്ളവരെ, എത്രയെത്ര സംരംഭങ്ങൾ പത്രോസിൻ്റെ ഒഴിഞ്ഞ വലയും വഞ്ചിയും പോലെ തീരാ നഷ്ടത്തിൻ്റെ കഥ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ വലിയ വലിയ സാമ്പത്തികമായ കടക്കണിൽ അകപ്പെട്ടവർ, ചിലപ്പോൾ ചിലർക്ക് ഭവനം പണി ആരംഭിച്ചത് പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നവർ, മക്കളെ പഠിപ്പിക്കാനൊക്കെ ലോൺ എടുത്തതൊന്ന് പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഭാരപ്പെട്ടവർ. സ്നേഹമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷയിലൂടെ, നമ്മുടെ ഭജനാഗ്നി ശുശ്രൂഷയിലൂടെ, ശാലോം കൺവെൻഷനിലൂടെ, ശാലോം ടി വിയിലൂടെ കൊടുക്കുന്ന നിരവധിയായ ശുശ്രൂഷകളിലൂടെ അനേകരുടെ ജീവിതങ്ങളെ തിരികെ പിടിക്കാൻ, ആത്മഹത്യയുടെ തുരുത്തുകൾ വളരെ അനേകരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ
കർത്താവ് ശാലോമിനെ ഉപയോഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ പ്രതീക്ഷയോടെ ആരംഭിച്ച വലിയ സംരംഭങ്ങൾ അതെല്ലാം തീരാ നഷ്ടത്തിന്റെ കഥ പറഞ്ഞ് ഇനി ജീവിതത്തിൽ മുമ്പോട്ട് പോകണ്ട എന്ന് ചിന്തിച്ച അനേകർ ശാലോമിലേക്ക് ഫോൺ ചെയ്തപ്പോൾ, അനേകർ ശാലോമിന്റെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചതിലൂടെ, അനേകർ ശാലോമിന്റെ നൈറ്റ് മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചതിലൂടെ അനേകം ജീവിതങ്ങളെ കർത്താവ് പിടിച്ചുയർത്തുവാൻ, അനേകരെ പ്രത്യാശയുടെ തുരുത്തിലേക്ക് കൊണ്ടുവരുവാൻ, സ്നേഹമുള്ളവരെ, ഈ എളിയ ശുശ്രൂഷയെ കർത്താവ് ഉപയോഗിച്ചു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നമുക്കൊന്ന് കര ഉയർത്താൻ കർത്താൻ മുമ്പിൽ ഒന്ന് നന്ദി പറയാൻ കർത്താവിനോട്. ഓ കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ആരാധന കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തിയതിന്, ബലപ്പെടുത്തിയതിന്, അടഞ്ഞ വഴികൾ തുറന്നതിന്, അടഞ്ഞ വാതിലുകൾ തുറന്നതിന് ഹല്ലേലൂയ. നന്ദി യേശുവേ. ഈ മിനിസ്ട്രി ഉപയോഗിച്ചതിന് കരങ്ങളടിച്ച് ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്ക് ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്ക് ഒരായിരം നന്ദി. സ്നേഹമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമായതിലൂടെ എത്രയോ വ്യക്തികൾ മറിയം മഗ്ദലനെ പോലെ ഉള്ളവർ സ്വയം വിശുദ്ധീകരിച്ച് പാപത്തിൻ്റെ സാഹചര്യങ്ങളോട് വിട പറഞ്ഞ് വലിയ സാക്ഷികളായി ഇന്ന് വചനപ്രഘോഷണ മേഖലകളിൽ ഇന്ന് കർത്താവ് തിളങ്ങാനിട വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. എത്ര അനേകം വചനപ്രഘോഷകർ ജീവിതത്തിൻ്റെ വഴി തെറ്റിപ്പോകാമെന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കർത്താവ് ഈ ശുശ്രൂഷ ഉപയോഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർക്ക് കർത്താവ് ഈ ശുശ്രൂഷയിൽ അവസരങ്ങൾ കൊടുത്തു. കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ വിമോചനത്തിനായി, അനേകർക്ക് സുവിശേഷം കൊടുക്കാൻ, അനേകരെ പ്രഘോഷകരാക്കി മാറ്റാൻ, അനേകരുള്ള ഒളിഞ്ഞു കിടന്നിരുന്ന പല കഴിവുകളും സുവിശേഷത്തിനു വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷ വഴിയിലേക്ക് അനേകരുടെ ജീവിതങ്ങളെ വലിച്ചെറിയാൻ ഈ ശുശ്രൂഷ കാരണമായി മാറി. സ്നേഹമുള്ളവരെ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവിന് ഈ രാത്രി നന്ദി പറയണം. ഹല്ലേലൂയ, ആയിരം നന്ദി പറയണം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഈ രാത്രി ആലയത്തിലായിരിക്കുന്നെങ്കിൽ ഇത് കർത്താവിന്റെ വലിയ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളൊന്ന് ഉയർത്താം. ഹല്ലേലൂയ. എന്റെ കർത്താവേ നന്ദി, നന്ദി യേശുവേ, നന്ദി. ആയിരം നാവുകളാൽ അത് കരങ്ങളടിച്ച് എഴുതും. ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതൂ. 10,000 തിങ്കളൊരംശം ചൊല്ലിടുവാൻ പാരില്ല സാധ്യമോ. 10,000 തിങ്കളൊരംശം ചൊല്ലിടുവാൻ പാരില്ല സാധ്യമോ. എന്റെ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാം. എന്റെ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. സ്നേഹമുള്ളവരെ, എത്രയോ ജീവിതങ്ങൾ ഗനേസരത്തിൽ ലഗ്യോൻ ബാധിച്ചതുപോലെ പൈശാചിക ശക്തികളുടെ അടിമത്തത്തിൽ കിടന്ന അനേകം കുടുംബങ്ങൾ, അനേകം ജീവിതങ്ങളെ ഈ ദൈവിക ശുശ്രൂഷയിലൂടെ അവരുടെ കെട്ടുകൾ അഴിക്കാൻ കർത്താവ് ഉപയോഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ കെട്ടുകൾ അഴിക്കാൻ, എൻ്റെ അപകർഷബോധം എടുത്തു മാറ്റാൻ, എൻ്റെ തിന്മയുടെ ബന്ധനങ്ങൾ അഴിക്കാൻ, എൻ്റെ ജഡത്തിൻ്റെ താല്പര്യങ്ങളുടെ മേലൊരു വിജയം നൽകാൻ, അനേകരുടെ ജീവിതങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഈ ശുശ്രൂഷയെ കർത്താവ് ഉപയോഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അത്ഭുതകരമായ മാനസാന്തരങ്ങൾ സംഭവിക്കാൻ നമ്മുടെ ശുശ്രൂഷ കാരണമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിന്ന് നന്ദി പറയേണ്ടത് ഈ ഒരു വലിയ കാര്യത്തിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. അനേകം കുടുംബങ്ങളുടെ വ്യക്തിയുടെ കെട്ട് കർത്താവ് അഴിച്ചു. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിലൂടെ, നമ്മൾ കൊടുത്ത വചനത്തിലൂടെ, നമ്മൾ കൊടുത്ത പ്രോഗ്രാമുകളിലൂടെ, നമ്മൾ പബ്ലിഷ് ചെയ്ത നമ്മുടെ എഡിറ്റോറിയലുകളിലൂടെ, ഹല്ലേലൂയ, നമ്മുടെ പത്രമാസികകളിലൂടെ, ഹല്ലേലൂയ, നന്ദി പറയാം.
നന്ദി പറയാ, ഹൃദയം തുറന്ന് നന്ദി പറയാ. കർത്താവിന് നന്ദി പറയാം. നമുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ലോകം മുഴുവൻ കർത്താവെ അങ്ങയെ കൊടുക്കുവാൻ, അനേകരുടെ കെട്ടുകൾ അഴിക്കാൻ, അനേകർക്ക് സൗഖ്യം കൊടുക്കാൻ, വിടുതൽ കൊടുക്കാൻ, സമാധാനം കൊടുക്കാൻ, പ്രത്യാശ കൊടുക്കാൻ ഞങ്ങളെ ഉപയോഗിച്ചതിന് കർത്താവെ നന്ദി. ഹൃദയം തുറന്ന് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നാട്ടിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ നന്ദി. വീണ്ടും ഒരു നൈറ്റിൽ രാത്രി ഞങ്ങൾക്ക് തന്നതിന് കർത്താവേ നന്ദി. ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ കർത്താവേ, ഈ രാത്രി ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിലെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം തരണമേ, വിടുതൽ തരണമേ, പ്രത്യാശ തരണമേ, ധൈര്യം തരണമേ. അങ്ങയുടെ വചന ശുശ്രൂഷകരായി ഞങ്ങളെ മാറ്റണമേ, ഘോഷകരായി ഞങ്ങളെ മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകുന്ന കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, കുഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത നന്ദി യേശുവേ, നന്ദി യേശുവേ. കരങ്ങളൊന്ന് ഉയർത്തി. നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ. നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ,